വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ലക്ഷ്മി. അങ്ങനെ നമ്മള് ഇപ്പൊ ഹോസ്പിറ്റലിൽ വന്നിരിക്കുകയാണ്. അങ്ങനെ പ്ലാൻ ചെയ്ത ഒരു ഡേറ്റിനൊന്നുമല്ല നമ്മൾ ഹോസ്പിറ്റലിൽ വന്നത്. ഇന്ന് രാവിലെ ഇങ്ങനെ എണീറ്റ സമയത്ത് ചെറുതായിട്ട് എനിക്കിങ്ങനെ വാട്ടർ പോകുന്ന പോലെ തോന്നി. അപ്പം വാട്ടർ പോകുന്ന പോലെ തോന്നിയല്ല, വാട്ടർ പോയി. അപ്പം ഞാൻ ആക്ച്വലി വിചാരിച്ചിരുന്നത് വാട്ടർ ബ്രേക്കിംഗ് ആണെന്നാണ്. അപ്പം ഞങ്ങൾ പെട്ടെന്ന് തന്നെ സാധനങ്ങളെല്ലാം എടുത്ത് പാക്ക് ചെയ്ത് ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിൽ വന്നു. അപ്പം ഇവിടെ വന്ന് അപ്പോൾ അവർ ചെക്ക് ചെയ്തപ്പോഴത്തേക്കിനും അങ്ങനെ വലിയൊരു വാട്ടർ ബ്രേക്കിംഗ് ആയിട്ട് ഫീൽ ചെയ്തില്ല. പിന്നെ പോയി നമ്മൾ സ്കാൻ ചെയ്ത് നോക്കി. അപ്പോൾ സ്കാൻ ചെയ്ത് നോക്കിയപ്പോഴത്തേക്കിനും അഡിക്വേറ്റ് ആയിട്ടുള്ള വാട്ടർ ഓൾറെഡി ഉണ്ട്. അപ്പം പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഇത് ലേബർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഷോ എന്ന് പറഞ്ഞിട്ടൊരു ടേം ആണത്. ആ ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഡിസ്ചാർജ്, ഒരു മ്യൂക്കസ് ഡിസ്ചാർജ് പോലെ വരിക, കുറച്ച് ബ്ലഡ് കൂടെ ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഡിസ്ചാർജ് വരിക. അപ്പം അത് യൂഷ്വലി ലേബർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പോ അല്ലെ 2-3 ദിവസങ്ങൾ മുമ്പോ ഒക്കെ പലർക്കും വരാം. അപ്പം നമ്മുടെ ബേബി ഇവിടുന്ന് പ്രിപ്പയർ ചെയ്യുകയാണ് വെളിയിലോട്ട് വരാനായിട്ട്. അപ്പം അതുകൊണ്ട് ഇന്നിനി പെയിൻ വന്നാലോ എന്ന് വെച്ചിട്ട് ഡോക്ടർ ഇവിടെ ഹോസ്പിറ്റലൈസ്ഡ് ആയിക്കോളാൻ പറഞ്ഞു. അപ്പം നമ്മളിവിടെ അഡ്മിറ്റ് ആണ്. അപ്പം ഇതുവരെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെറിയ ചെറിയ പെയിൻ വരുന്നാൽ എനിക്ക് വലിയൊരു പെയിൻ ഇല്ല. അതുകൊണ്ട് നമ്മൾ ഇന്ന് ഇവിടെ റൂമിലോട്ട് മാറി. എനിക്കൊരു ഉച്ച വരെ നമ്മൾ ലേബർ റൂമിലായിരുന്നു. അതെനിക്കിപ്പോൾ നമ്മൾ റൂമിലോട്ട് മാറി. ആദ്യം വേറൊരു റൂമായിരുന്നു. അപ്പം അതിന് കുറച്ചുകൂടെ നമ്മുടെ ലേബർ റൂമിന് അടുത്തായിട്ട് നമ്മൾ വേറെ റൂമിലോട്ട് ഇപ്പം മാറി. ജസ്റ്റ് ഇനിയിപ്പം രാവിലെ പല്ല് പോലും തേക്കാതെ കുളിക്കാതെ ഞാൻ ഇറങ്ങി വന്നതാണ്. അപ്പം എനിക്കിനി പോയി കുളിച്ച് ഫ്രഷ് ആവണം. ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഫുഡൊക്കെ വന്നിട്ട് നമുക്ക് കഴിക്കണം. അച്ഛനും അമ്മയും മനുഷ്യൻ്റെ അമ്മയും എല്ലാവരും ഉണ്ടായിരുന്നു. അവരിപ്പോഴാണ് തിരിച്ച് ഫ്ലാറ്റിലോട്ട് പോയത്. മനുഷ്യനും ഞാനും മാത്രമേ ഉള്ളൂ ഇപ്പോൾ റൂമിൽ. അപ്പം എന്തായാലും ഇന്ന് രാത്രി എന്തെങ്കിലും സംഭവിക്കുമോ, നാളെ സംഭവിക്കുമോ, എന്നാ സംഭവിക്കുന്നതെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. അപ്പം എന്തായാലും വെയിറ്റ്. ഞാൻ പോയി കുളിച്ച് റെഡിയാക്കാം. ഹലോ, അങ്ങനെ നമ്മുടെ Day 2 ആണ് ഹോസ്പിറ്റലിൽ. അപ്പം നമ്മൾ രാവിലെ കുളിച്ചു. ഇനിയിപ്പം ആദ്യം പറഞ്ഞ ലേബർ റൂമിലോട്ട് പോകാനാണ്. പക്ഷെ ഇപ്പം ഡോക്ടറിൻ്റെ OP-യിലോട്ട് ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് റെഡിയായിട്ട് OP-യിലോട്ട് പോവാം. രാവിലെ ഇതിനകത്ത് വെട്ടം കയറാത്തപ്പോൾ സത്യം പറഞ്ഞാൽ രാവിലെ ഞാൻ അറിഞ്ഞില്ല. പിന്നെ ഒരു 5 മണിയൊക്കെ ആയപ്പം പ്രഷർ നോക്കാനും പിന്നെ പൾസ് റേറ്റ് നോക്കാനും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് പ്രത്യേകിച്ച് പെയിനൊന്നുമില്ല. അതുകൊണ്ട് എന്താകും ഡോക്ടർ പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ പെട്ടെന്ന് ഡോക്ടറിനെ കാണാൻ വേണ്ടി പോവാണ്. എപ്പോൾ പ്രസവിക്കും എന്ന് എല്ലാവരും എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ എനിക്കും അറിയില്ല ഞാൻ എപ്പോഴാണ് പ്രസവിക്കുന്നത്. കുഞ്ഞാവയ്ക്ക് മാത്രമേ അറിയുള്ളൂ കുഞ്ഞാവയ്ക്ക് എപ്പോഴാണ് വെളിയിൽ വരേണ്ടത് എന്നുള്ളത്. ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് ഡോക്ടർ നമ്മളോട് പറഞ്ഞു നേരെ ഇനി വീട്ടിലോട്ട് പൊക്കോ. ഇപ്പം തൽക്കാലം എനിക്ക് അങ്ങനെ ലേബർ പെയിൻ ആയിട്ടൊന്നുമില്ല. നമ്മളങ്ങനെ വെള്ളം വന്നത് കണ്ടുകൊണ്ടാണ് നമ്മൾ പോയത്. അപ്പോൾ ഇനിയിപ്പോൾ നീ പതുക്കെ നിനക്ക് എപ്പോഴാണോ പെയിൻ വരുന്നത് അന്നേരം വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ തിരിച്ച് വന്ന സ്ഥിതിക്ക് നമുക്ക് കുഴപ്പമൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് കുറച്ച് മെറ്റേണിറ്റി ഡ്രസ്സുകൾ വന്നിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഷൂട്ട് ചെയ്യാൻ ഞാൻ വിചാരിച്ചു. ഇനി എങ്ങാനും കുഞ്ഞാവ് ഇന്ന് രാത്രിയിലൊക്കെ വെളി വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഒന്നും ഫോട്ടോ നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന പടിയാണ്. അപ്പോൾ ഞാൻ കുളിച്ചിട്ട് വന്നിട്ട് നമുക്ക് ചെറിയ മേക്കപ്പ് ഒക്കെ ചെയ്ത് നമുക്ക് അതിൻ്റെ ഫോട്ടോസ് എടുക്കാം. കുളിച്ച് റെഡിയായി കാപ്പിയൊക്കെ കുടിച്ചു. ഇനിയിപ്പോൾ നമുക്ക് പെട്ടെന്ന് റെഡി ആവണം. എപ്പോഴും മേക്കപ്പ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഫേസ് നല്ലപോലെ വാഷ് ചെയ്യണം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഹിമാലയയുടെ ഡാർക്ക് സ്പോട്ട് ക്ലിയറിംഗ് ടേർമറിക് ഫേസ് വാഷ് ആണ്. ഈ ഒരു പ്രഗ്നൻസി സമയത്ത് കുറേ പേരുടെ അടുത്ത് DM ഒക്കെ ചെയ്ത് ചോദിക്കാറുണ്ടായിരുന്നു ഏതൊക്കെ പ്രൊഡക്ട്സാണ് യൂസ് ചെയ്യുന്നത്, ഏതൊക്കെയാണ് സേഫ് എന്നൊക്കെ ഉള്ള രീതിയിൽ. അപ്പോൾ ഹിമാലയ എന്ന് പറഞ്ഞ ബ്രാൻഡ് നമുക്കറിയാം, കുറേ നാളുകളായിട്ട് നമുക്ക് അറിയാവുന്ന ഒരു ബ്രാൻഡാണ്, നല്ല ട്രസ്റ്റ് ഉള്ള ഒരു ബ്രാൻഡാണ്. അപ്പോൾ ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത്. ഫേസിൽ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നല്ലപോലെ ലൈറ്റൻ ചെയ്യാനായിട്ട് ഇത് നല്ലപോലെ വർക്ക് ചെയ്യുവേ. അപ്പോൾ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. സാധാരണ നമ്മൾ ഫേസ് വാഷ് യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഫേസും നെക്കിലും നമ്മൾ കുറച്ച് വെള്ളം അപ്ലൈ ചെയ്യുക. എന്നിട്ട് ഹിമാലയ ഡാർക്ക് സ്പോട്ട് ക്ലിയറിംഗ് ടേർമറിക് ഫേസ് വാഷിൽ നിന്ന് കുറച്ച് എമൗണ്ട് എടുക്കുക. സർക്കുലർ മോഷനിൽ ജെന്റിലായിട്ട് നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് റിൻസ് ഓഫ് ചെയ്തിട്ട് നമ്മുടെ സ്കിൻ ഒന്ന് പാഡ് ഡ്രൈ ചെയ്യുക. ഇതിന്റെ ബെസ്റ്റ് റിസൾട്ട്സിന് വേണ്ടിയിട്ട് ഡെയിലി 2 പ്രാവശ്യം യൂസ് ചെയ്യാം കേട്ടോ. അതുകൂടാതെ ഹിമാലയയുടെ ഡാർക്ക് സ്പോട്ട് ക്ലിയറിംഗ് റേഞ്ച് ഉണ്ട്. അതിനകത്തെ പ്രൊഡക്ട്സുമായിട്ട് പെയർ ചെയ്ത് യൂസ് ചെയ്യുന്നത് കൊണ്ട് നല്ല റിസൾട്ട്സ് കിട്ടും. പിന്നെ ഇതിൽ 100% ഓർഗാനിക്കലി സോഴ്സ്ഡ് ടേർമറിക് ആണ്. അതുകൊണ്ട് തന്നെ അതിന്റെ പവർ ഇതിനുണ്ട്. ടേർമറിക്കിന്റെ ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടീസ് ഒന്നും തന്നെ പോവാതെ സ്വാരസ കോൾഡ് പ്രസ്ഡ് എക്സ്ട്രാക്ഷൻ ടെക്നിക്ക് വഴിയാണ് ഇത് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ലൈറ്റൻ ചെയ്യാൻ നല്ലപോലെ ഇത് വർക്ക് ആവും. പിന്നെ ചില ഫേസ് വാഷ് യൂസ് ചെയ്യുമ്പോഴത്തേനും നമ്മുടെ സ്കിൻ ഭയങ്കര ഡ്രൈ ആവുന്ന പോലെ തോന്നും. പക്ഷേ അതൊരു നോൺ സ്റ്റെയിനിങ് ഫോർമുലയാണ്. നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ട്രൈ ഔട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും നൈക്കയിലും അതുകൂടാതെ ഹിമാലയയുടെ ആപ്പിലും വെബ്സൈറ്റിലും ഇത് അവൈലബിൾ ആണ്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ
ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് ത്രൂ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് കിട്ടുന്നതായിരിക്കും. ഫേസ് വാഷ് ചെയ്തിട്ട് മേക്കപ്പ് ചെയ്യാൻ പറയുന്നത് വെച്ചാൽ നമുക്ക് ആ ഒരു വെറ്റ്നെസ്സും ആ ഒരു ക്ലീൻ ഒരു ഇതും കിട്ടും. ഇനിയിപ്പോൾ ഞാൻ സ്ട്രോപ്പ് ക്രീമാണ് അപ്ലൈ ചെയ്യുന്നത്. ഫസ്റ്റ് ഞാൻ ക്വിക്കായിട്ട് ചെയ്യുന്നതാണ്. ശരിക്കും നിങ്ങൾ പ്രോപ്പറായിട്ട് സൺസ്ക്രീന്, മോയ്സ്ചറൈസർ, പ്രൈമറും ഒക്കെ യൂസ് ചെയ്യാം. അത് വളരെ സിമ്പിളായിട്ടും പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് അണ്ടർ ഐസിൽ കൺസീൽ ചെയ്ത് കൊടുക്കാം. കണ്ടോ രണ്ടിൻ്റെയും വ്യത്യാസം? ഇനി നമുക്ക് ലൈറ്റായിട്ട് ഫൗണ്ടേഷൻ ഇട്ട് കൊടുക്കാവേ. കണ്ണ് എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് ബ്ലഷ് ഇടാം. ഫേസിൻ്റെ ഷേപ്പ് ശരിക്കും മാറ്റുന്ന ഒരു സാധനം കേട്ടോ ഐബ്രോ ഫില്ലിങ്. നമുക്കത് ചെയ്യാം. സോ നമ്മുടെ ഇന്നത്തെ ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇത് സത്യമാണ് പ്ലെയിൻ ആയിട്ടുള്ളൊരു ബ്ലാക്ക് ഡ്രസ്സാണ്. ഇത് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഒരു പ്രഗ്നൻസി സ്റ്റാർട്ട് ചെയ്യുന്ന സമയം തൊട്ട് അത് കഴിഞ്ഞ് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. ഇപ്പം നിങ്ങൾ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫീഡിങ് ഓപ്ഷനൊന്നും ഇല്ലാത്ത രീതി വരും. നിങ്ങൾ പുറകല്ല, ഇതാണ് ആക്ച്വലി ഫ്രണ്ട്. ഞാൻ യൂഷ്വലി ഇപ്പോൾ വേറെ ഇന്ന് ഞാൻ തിരിച്ചിട്ടിട്ടാണ്. അപ്പോൾ ഇവിടെ നമ്മൾ രണ്ട് സൈഡിലും ഫീഡിങ് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് നമ്മൾ പല ടൈപ്പ് കോട്ടുകൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഏതിൻ്റെ കൂടെ വേണേലും അത് ചൂസ് ചെയ്ത് നിങ്ങൾക്കത് വെയർ ചെയ്യാൻ പറ്റും. ഇതൊരു കോട്ടാണ്. ഇത് കൂടാതെ മൊത്തം നമുക്ക് 1, 2, 3, 4, 5, 6 കോട്ടുണ്ട്. അപ്പം ഞാൻ ആ ബ്ലാക്ക് ഡ്രസ്സ് വെയർ ചെയ്തിട്ട് നിങ്ങളെ ഇതും കൂടെ വെയർ ചെയ്ത് കാണിക്കാം. സോ ഇതാണ് നമ്മുടെ ഒരു ഡ്രസ്സ്. ഇത് നമുക്ക് സിമ്പിളായിട്ട് ഈ ഒറ്റ ഡ്രസ്സായിട്ട് വേണേലും വെയർ ചെയ്യാം. ഇവിടെ നമ്മൾ രണ്ട് സൈഡിലും ഫീഡിങ് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമ്മൾ 6 ഷ്രഗ് മോഡൽ സാധനങ്ങളാണ്. ഓരോന്നും ഓരോ ടൈപ്പാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അത് ഓരോന്നായിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഫസ്റ്റ് വൺ ഈ ഒരു ഓറഞ്ച് ഷ്രഗാണ് കേട്ടോ. ബ്ലാക്കും ഓറഞ്ചും കൂടെ നല്ല അടിപൊളി ഒരു കോമ്പിനേഷൻ ആണ്. ഇതിൻ്റെ ബാക്കിൽ നമ്മൾ ഏകദേശം ഇത്രയും അധികം ലെങ്ത് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലോട്ട് വരുമ്പോഴത്തേക്കും ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു സിക്സാഗ് പാറ്റേണിലാണ്, സിക്സാഗ് അല്ല, ഇങ്ങനെ ഓരോ തട്ടായിട്ട് കിടക്കുന്ന രീതിയിലാണ് നമ്മൾ ഈ ഷ്രഗ് കൊടുത്തിരിക്കുന്നത്. അടുത്തത് ഈ ഒരു മൾട്ടി കളർ വരുന്ന ഒരു ഷ്രഗാണ്. പക്ഷേ ഇതിന് നമ്മൾ ലെങ്ത് ഇത്രേ കൊടുത്തിട്ടുള്ളൂ. നമ്മുടെ സ്ലീവ് വന്നിട്ട് 3/4 സ്ലീവ് വരുന്നുണ്ട്. പിന്നെ കോളർ നെക്കുമാണ് കൊടുത്തേക്കുന്നത്. നല്ലൊരു എന്താ പറയുക ബ്ലാക്കിൻ്റെ കൂടെ ചേരുന്ന ടൈപ്പ് ഒരു കോമ്പിനേഷനാണിത്. ബാക്ക് ഇങ്ങനെയാണ് വരുന്നത്. കണ്ടോ ഇവിടെ ഫീഡിങ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ഷ്രഗ് വരുമ്പോഴത്തേനും അത് നമുക്ക് കാണുകയില്ല. അടുത്തത് ആക്ച്വലി ഷ്രഗ് അല്ല, നമുക്ക് ഈ ഒരു ഡ്രസ്സിനെ ഒരു വേറൊരു ടൈപ്പ് ഡ്രസ്സായിട്ട് ടേൺ ചെയ്യാൻ പറ്റും. ഇതാണ്. ഇനിയിപ്പോൾ ബാക്കിൽ ഇതിന് നമ്മൾ ഹുക്ക് കൊടുത്താൽ മതി. കണ്ടോ ഇപ്പോൾ ഇത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇത് വേറെ ഒരു ഡ്രസ്സായിട്ട് തന്നെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. മറ്റേതൊരു സ്ലീവ്ലെസ് ഡ്രസ്സായിരുന്നു. ഇതിപ്പോൾ വന്നിട്ടൊരു ഹാഫ് സ്ലീവും വന്ന് വേറൊരു ടൈപ്പ് എന്താ ഒരു വീനക്കല്ലല്ലോ, ഇതൊരു അനാർക്കലി മോഡൽ ഒരു ഡ്രസ്സായി. അടുത്തുണ്ടല്ലോ നമ്മുടെ ഈ ഒരു ബ്ലാക്കിൻ്റെ കൂടെ ഈ ഒരു യെല്ലോ ഷ്രഗാണ് കേട്ടോ. ഈ യെല്ലോ ഷ്രഗിനകത്ത് ത്രൂ ഔട്ട് ഫ്ലോറൽ ഡിസൈനൊക്കെ വരുന്നുണ്ട്. പിന്നെ സ്ലീവ്സ് ഒരു 3/4 അല്ല ഹാഫ് സ്ലീവാണ്. നമുക്ക് ഇങ്ങനെയുള്ള ഷ്രഗ്സ് നമ്മൾ ചെയ്യാനായിട്ടുള്ള മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഫീഡിങ് സിബില്ലേ അത് നല്ലപോലെ ഹൈഡായി പോവുകയും ചെയ്യും. ഒരു ചെറിയൊരു കംഫർട്ട് മദറിന് കിട്ടുകയും ചെയ്യും. ബിക്കോസ് നമ്മൾ ഈ ഒരു മെറ്റേണിറ്റി ടൈമിലൂടെ പോകുമ്പോൾ നമ്മുടെ ബസ് സൈസൊക്കെ കുറച്ചൊന്ന് ഇൻക്രീസ് ആവും. അപ്പോൾ എല്ലാവരും അത്ര കംഫർട്ടബിൾ ആയിരിക്കത്തില്ല. അപ്പോൾ ഇതാകുമ്പോഴത്തേക്കിനും ആ ഒരു കംഫർട്ടിൽ കീപ്പ് ചെയ്യാനും പറ്റും. എന്നാൽ സ്റ്റൈലിലൊട്ടും നമ്മൾ കോംപ്രമൈസ് ചെയ്യാനും പാടില്ല. അടുത്തത് ഒരു വയലറ്റ് കളറിൽ വരുന്നതാണ്. ഈ ഒരു ഷ്രഗ് സ്ലീവ്ലെസ് ആണ്. ചെറിയൊരു നെറ്റ് പാറ്റേൺ ആണ് വരുന്നത്. ആൻഡ് ഭയങ്കര ക്യൂട്ട് ആൻഡ് സിമ്പിൾ ആയിട്ടുള്ളൊരു ടൈപ്പ് ഓഫ് ഷ്രഗാണിത്. ഈ ഒരു ഷ്രഗ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല. ഞാൻ നമ്മുടെ വളകാപ്പിൻ്റെ മൈലാഞ്ചി ഇടുന്ന അന്നത്തെ ദിവസം ഞാൻ ഈ ഒരു ഡ്രസ്സും ഈ ഒരു ഷ്രഗുമായിരുന്നു ഇട്ടിരുന്നത്. അടുത്തത് ഈ ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന കോട്ടൺ ഫാബ്രിക്കിലുള്ള ഷ്രഗാണ്. ഇതിനകത്ത് ചെറിയ ഫ്ലോറൽ പ്രിൻറ്റ്സ് വരുന്നുണ്ട്. ഏകദേശം ഇതിന് ഇത്രയധികം ലെങ്ത് ബാക്കിൽ വരുന്നുണ്ട്. ആൻഡ് ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു സിഗ്സാഗ് പോലെ കിടക്കുന്ന പാറ്റേൺ ആണ് കേട്ടോ. നമുക്ക് ഫ്രീ ആയിട്ട് ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റുന്ന ഒരു ഡ്രസ്സാണിത്. അങ്ങനെ നമ്മൾ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തു കഴിഞ്ഞപ്പോഴത്തേന് ശരിക്കും നല്ല ടയേർഡായത് മാത്രമല്ല സമയം ഏകദേശം 10:30 നമ്മൾ കടയൊക്കെ ഏകദേശം 9-9:30 ആകുമ്പോൾ അടച്ചു പോകുന്നുണ്ട്. നമുക്ക് നാളെ വേണം പോകാനായിട്ട്. ക്രാഡിലെന്നോ അല്ലെ ക്രിബാണോ എന്താണോ വേണ്ടതെന്ന് നോക്കണം. ഇവിടെ നമുക്കെന്ന് പറഞ്ഞാൽ കറക്റ്റ് സ്പേസിങ്ങിലാണ് നമ്മളിത് ഫുള്ള് ഡിസൈൻ ചെയ്തേക്കുന്നത്. അപ്പോൾ കറക്റ്റായിട്ടുള്ള സ്പേസിൽ വന്ന് ഇരിക്കുന്നതായിരിക്കും നല്ലത്. ഒത്തിരി വലിയ ക്രാഡിൽ വന്നു കഴിഞ്ഞാലും നമുക്കിവിടെ കൺജസ്റ്റഡ് ആവും. അപ്പോൾ കറക്റ്റ് ആ ഒരു സൈസ് കിട്ടുന്ന രീതിയിൽ നോക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇനിയിപ്പം അമ്മ ചപ്പാത്തിയും ചിക്കൻ കറിയും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് കഴിക്കണം. കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഓർത്തത് കുറച്ച് നേരം മുകളിൽ നമുക്ക് പൂളിൻ്റെ അവിടെയൊക്കെ പോയിരിക്കാം. പിന്നെ അതുകൂടാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ശരിക്കും ഹോസ്പിറ്റലിലോട്ട് റഷ് ചെയ്ത്
അവിടെ ചെന്ന് ഒരു ദിവസം സ്റ്റേ ചെയ്തപ്പോഴാണ് എനിക്ക് ശരിക്കും മനസ്സിലായത് നമ്മൾ പാക്കൊന്നും ചെയ്തിട്ടില്ല. നമ്മൾ 2-3 സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. സകലമാന സാധനങ്ങൾ ഞങ്ങൾ വലിച്ചു വാരി എടുത്തിട്ടുകൊണ്ടാണ് ഹോസ്പിറ്റലിലോട്ട് ഓടിയത്. അതുകൊണ്ട് ഇപ്പം ഒരു ദിവസം ഹോസ്പിറ്റലിൽ പോയി നിന്നപ്പോൾ എനിക്ക് മനസ്സിലായി ശരിക്കും എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്നുള്ളത്. അപ്പം നാളെ നമുക്കത് പ്രോപ്പറായിട്ട് പാക്ക് ചെയ്ത് വെക്കണം. ബിക്കോസ് ഒരു ട്രയൽ റൺ ആയിരുന്നു ഞങ്ങൾക്ക് ഇന്നത്തെ ദിവസം. അതുകൊണ്ട് അടുത്ത പ്രാവശ്യം ഇനി ഇതുപോലെ വരാതിരിക്കാൻ വേണ്ടി കറക്റ്റായിട്ട് പാക്ക് ചെയ്ത് വെക്കുക. നമുക്ക് ആ ഒരു മൊമെൻറ്റിൽ, ബിക്കോസ് ഒന്നാമത്തെ കാര്യം നമ്മൾ ചിലപ്പോൾ പാനിക്കാവും ഇങ്ങനെ വരുമ്പോഴത്തേക്കിന്, അയ്യോ എന്തുവാ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ട് നമ്മൾ പെട്ടെന്ന് എല്ലാം കൂടെ വലിച്ചു വാരി എടുത്തിട്ട് ഓടും. അപ്പോൾ അതിനേക്കാളും നല്ലത് ഇപ്പോൾ ഒരു പ്രാവശ്യം പോയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി എന്തൊക്കെ സാധനങ്ങളാണ് കറക്റ്റായിട്ട് വേണ്ടതെന്നുള്ളത്. അപ്പോൾ നാളെ ഞാൻ അതെല്ലാം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് നമുക്കതൊന്ന് പാക്ക് ചെയ്യാം.